ക്രിസ്മസ് കാലമാണ്. നമ്മൾ പുൽക്കൂടുകളൊക്കെ ഒരുക്കും. പുൽക്കൂടുകളെ പറ്റി ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ധ്യാനത്തിനായിട്ട് പങ്കുവയ്ക്കുകയാണ്. അതിലൊന്ന് 1223 കുരിശുയുദ്ധം നടക്കുന്ന വിശുദ്ധ നാട്ടിൽ നിന്ന് ഫ്രാൻസിസ് അസീസി തൻ്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. വരുന്ന വഴിക്ക് ഗ്രേച്ചു എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഫ്രാൻസിസ് അവിടെയുള്ള നാട്ടുകാരോടൊക്കെ ചേർന്ന് ഒരു ഗുഹയിൽ ഒരു പുൽക്കൂട് ഒരുക്കുകയാണ്. ആ പുൽക്കൂടിന് മുമ്പിൽ ധ്യാനിച്ചു നിൽക്കുന്ന ഫ്രാൻസിസിനും ആ നാട്ടുകാർക്കുമൊക്കെ ഈശോയുടെ ജനനം അവർക്ക് നന്നായിട്ട് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. അവരുടെ ഉള്ളിലേക്ക് ദൈവം വന്ന് പിറന്നതായിട്ട്, ആ പുൽക്കൂടിലേക്ക് ഈശോ വന്ന് പിറന്നതായിട്ട് ഫ്രാൻസിസിന് ഒരു ദിവ്യാനുഭൂതി ഉണ്ടാകുന്നു. അവിടെ കൂടെ നിന്നവർക്കും ഒക്കെ അത്തരം ഒരു അനുഭവം ഉണ്ടാവുകയാണ്. അതായത് ഇനി മുതൽ യേശുവിൻ്റെ തിരുജനനം ധ്യാനിക്കാനായിട്ട് വിശുദ്ധ നാട്ടിലെ ബെത്ലഹേം വരെ യാത്ര ചെയ്യേണ്ടതില്ല. നിങ്ങളൊരുക്കുന്ന പുൽക്കൂടുകളിൽ, നിങ്ങളുടെ വീടുകളിൽ, പള്ളിയിൽ ഒരുക്കുന്ന പുൽക്കൂടിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോയുടെ മനുഷ്യാവതാരത്തെ ധ്യാനിക്കാൻ കഴിയും. മനുഷ്യന് വേണ്ടിയുള്ള അഗാധമായ സ്നേഹത്താൽ ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവപുത്രൻ്റെ തിരുജനനത്തെ ധ്യാനിക്കാനായിട്ട് നമുക്ക് കഴിയും. രണ്ടാമതായി, പിറക്കാനായി ഒരിത്തിരി ഇടം തേടി ദൈവം അലഞ്ഞതിൻ്റെ ഓർമ്മ കൂടി പുൽക്കൂട് പങ്കുവയ്ക്കുന്നുണ്ട്. ഇടമില്ലാത്ത ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. ഒരിത്തിരി ഇടമില്ലാത്തതിൻ്റെ പേരിൽ ഒഴിവാക്കപ്പെടുന്ന മനുഷ്യരുമുണ്ട്. ഈ ഇടമില്ലാത്ത മനുഷ്യരോടൊപ്പം ചേർന്നുകൊണ്ട് ദൈവം ഈ ഭൂമിയിൽ പിറക്കുകയാണ്. അവൻ ഇടമില്ലാത്തവരോട് കൂടെ ജീവിക്കുന്നു, അവരിൽ ഒരാളായിട്ട് എണ്ണപ്പെടുകയും ചെയ്തു. മനുഷ്യർക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇടമുണ്ട്. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം ഇടമുണ്ട്. ദൈവത്തിനും മനുഷ്യർക്കും ഇടമുള്ള രീതിയിൽ നമ്മുടെ ഹൃദയത്തെ ഒരുക്കാൻ, ഒന്ന് പുനഃക്രമീകരിക്കാനായിട്ട് ഈ ക്രിസ്മസ് കാലം നമ്മളെ സഹായിക്കട്ടെ. നന്ദി.